ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ജ്വല്ലറി ഹോളാണ്. അപ്പോൾ ഒരു ചെറിയ ഹോൾ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാം റോസ് ഗോൾഡ് ജ്വല്ലറീസ് ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ ഹോളിലെ എല്ലാ പ്രൊഡക്ട്സും അത്യാവശ്യം കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്ട്സ് ആട്ടോ. അപ്പോൾ ഇന്ന് രണ്ട് ബ്രാൻഡിൻ്റെയാണ് കാണിക്കുന്നത്, മൈന്യൂഷ്യ ആൻഡ് സാവേരി പേൾസ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന മൈന്യൂഷ്യയുടെ ഈ ഒരു നെക്ലസ് ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള നെക്ലസ് ആട്ടോ. ഇതാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ 3 ഹൂപ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പെൻഡൻറ്റ് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം കേട്ടോ. ഓരോ വി ഷേപ്പിലാണ്, അതിലിങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ അത്യാവശ്യം കുറേ കാലം ലാസ്റ്റ് ചെയ്യും. ഞാൻ മൈന്യൂഷ്യൻ്റെ ജ്വല്ലറീസ് ആമസോണിന് മുന്നേ കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും മൈന്യൂഷ്യൻ്റെ തന്നെയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻഡൻ്റ് കേട്ടോ. ആൻഡ് അത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ സ്പ്രേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതിൽ തട്ടാതെ ഇടുന്നാൽ മതി. അങ്ങനെ തട്ടുമ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആവും കേട്ടോ. അല്ലാണ്ട് അത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് ജസ്റ്റ് 299 റുപ്പീസിനാട്ടോ. ആ ഒരു പ്രൈസിന് അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ്. ആൻഡ് ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആട്ടോ. നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു നെക്ലസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻഡൻ്റ് ആട്ടോ ഇതിൽ വരുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിനാണ്. ചെയിന് മൈന്യൂഷ്യൻ്റെ ഇങ്ങനത്തെ പെൻഡൻ്റ് വരുന്ന നെക്ലസിന് ഓൾമോസ്റ്റ് എല്ലാം സെയിം ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെയിനാണ്. ഈ പെൻഡൻ്റ് ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു റൗണ്ട് ഷേപ്പിലാണ്, നടുക്ക് വലിയ കല്ല്, പിന്നെ ചുറ്റും കുഞ്ഞു കുഞ്ഞു കല്ലാണ് വരുന്നത്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 356 റുപ്പീസിനാണ്. അത്യാവശ്യം കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന നെക്ലസ് ആണ്. ആൻഡ് ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആട്ടോ. അടുത്ത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു നെക്ലസിന് മാച്ച് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. പെൻഡൻറ്റിൻ്റെ മോഡലാട്ടോ. റൗണ്ട് ഷേപ്പിൽ, നടുക്ക് വലിയ കല്ല്, പിന്നെ ചുറ്റും ചെറിയ കല്ല് വരുന്നുണ്ട്. പാർട്ടി വെയറിന് ഇങ്ങനത്തെ സ്റ്റഡ്സ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ചൂസ് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്, ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. ഈ ഒരു ഇയറിങ്സ് പർച്ചേസ് ചെയ്ത് 399 റുപ്പീസിനാട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റഡ്സിൻ്റെ വേറൊരു മോഡൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെയിം ഡിസൈൻ ആട്ടോ. നടുക്ക് വരുന്ന സ്റ്റോണിൻ്റെ കളർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ്. ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത റോസ് ഗോൾഡ് ഇയറിങ്സ് ആണ്. അതിൻ്റെ കൂടെ ഈ പിങ്ക് ഷെയ്ഡ് ഉള്ള സ്റ്റോൺ വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ആൻഡ് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 399 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സും അവൈലബിൾ ആട്ടോ. സിൽവർ, ഗോൾഡ്, ആ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. മനുഷ്യൻ്റെ മിക്ക ജ്വല്ലറീസിനും ഇങ്ങനെ 3 ഷെയ്ഡ്സ് വരുന്നുണ്ട്. സിൽവർ, റോസ് ഗോൾഡ് ആൻഡ് ഗോൾഡ് ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്ന ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇതും മൈന്യൂഷ്യൻ്റെ ആട്ടോ. ഇതാണ് ഇയറിങ്സ്. ഇതിങ്ങനെ ഒരു ഹൂപ്പ് മോഡലാണ്. ഇത് ഫ്രണ്ട് ടു ബാക്ക് ഇയറിങ്സ് ആട്ടോ. ഇത് ഫ്രണ്ടിൽ, ഈ ഒരു ഭാഗം ഫ്രണ്ടിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എൻഡിങ് നമ്മുടെ ഇയേഴ്സിൻ്റെ ബാക്കിലായിരിക്കും കേട്ടോ നിൽക്കുന്നത്. ഞാനിവിടെ എന്തായാലും സൈഡിലൊരു പിക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ 3 സ്റ്റോൺസ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 313 റുപ്പീസിനാണ്. വരുന്നത് മൈന്യൂഷ്യൻ്റെ ക്ലിപ്പ് ഓൺ ഇയറിങ്സ് ആണ്. 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ്. പക്ഷേ അതിലെനിക്ക് 2 എണ്ണം സെയിം ആയിട്ടാട്ടോ വന്നേ. ഇത് 3 എണ്ണവും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരുന്നു. പക്ഷേ ഇതിൽ 2 എണ്ണം എനിക്ക് സെയിം ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിസൈൻ. ഇങ്ങനത്തെ 2 എണ്ണം എനിക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റോൺസ് ആണ് ഡിസൈൻ. സെക്കൻഡ് ഇങ്ങനത്തെ ബ്ലാക്ക് കളറാണ്. റോസ് ഗോൾഡ് ഷെയ്ഡാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. ക്ലോസപ്പിൽ കാണിക്കാം. പിന്നെ 3ാമത്തെ പ്ലെയിൻ ആയിരുന്നു വരേണ്ടത്, മൊത്തം ഇങ്ങനെ റോസ് ഗോൾഡ് ഷെയ്ഡ്. പക്ഷേ എനിക്ക് പിന്നെയും ഈ സ്റ്റോൺസിൻ്റെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോംബോ ഞാൻ പർച്ചേസ് ചെയ്ത് 441 റുപ്പീസിനാണ്. അപ്പോൾ അത്യാവശ്യം കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഇയറിങ്സ് ആട്ടോ ഇത്. അടുത്തൊരു റീപർച്ചേസ് ആണ് സാവേരി പേൾസിൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇങ്ങനൊരു ഓവൽ ഷേപ്പിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആട്ടോ. ഞാൻ പണ്ട് എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ മുന്നേ ഈ സെയിം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് കുറേ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോൾ പുറത്ത് പോകുമ്പോഴും ഇത് തന്നെയായിരുന്നു ഇടുന്നത്. പിന്നെ അത് കളർ അങ്ങനെ ഫീഡായിട്ടില്ല കേട്ടോ. പിന്നെ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായപ്പോഴേക്കും ഇങ്ങനെ ചെറിയ സ്ക്രാച്ചൊക്കെ വീണായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുതിയ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്തത്. കാരണം ഇത് കുറേ കാലം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സാവേരി പേഴ്സിൻ്റെയാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 291 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒറ്റ സൈസിലേ വരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ റിസ്റ്റ് ഭയങ്കര തടി ഉണ്ടെങ്കിൽ ഇത് ഫിറ്റ് ആവത്തില്ല കേട്ടോ. എനിക്കിത് കറക്റ്റാണ്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ്. അതിലിങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇങ്ങനെ കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ സ്റ്റോൺസ് ഉണ്ട്. എൻ്റെ റിസ്റ്റ് ഇത് കറക്റ്റാണ്. അപ്പോൾ അധികം തടി ഉണ്ടെങ്കിൽ ഇത് ഫിറ്റ് ആവത്തില്ല കേട്ടോ. കാരണം ഇത് ഒറ്റ ഒരു സൈസിലേ വരുന്നുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.